ഈ പ്രാർത്ഥന കൊണ്ട് വല്ല ഫലവുമുണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. ആരെങ്കിലും ദൂരീകരിച്ച് തരണം. എന്തെന്ന് വെച്ചാൽ വേദഗ്രന്ഥം പറയുന്നു, ദൈവം അല്ലെങ്കിൽ അള്ളാഹു എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതുവരെ അയാളുടെ കൊള്ള എല്ലാ ദുരന്തവും സുഖവും ദുഃഖവും എല്ലാം നന്മയും തിന്മയും വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഒരാളുടെ ജീവിതം മൊത്തം. എന്തെല്ലാം ദുരിതമായൊക്കെ വരണം, എന്തെല്ലാം സന്തോഷമായൊക്കെ വരണം, ഏതെല്ലാം എപ്പോഴും വരണം, എങ്ങനെ വരണം എന്നെല്ലാം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിന് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ മാറ്റിത്തരണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു അനുസരണകേടായിട്ടല്ലേ തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നാണ് എൻ്റെ സംശയം. എന്നുവെച്ചാൽ പടച്ചോൻ ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾ അത് മാറ്റണം. എന്നുവെച്ചാൽ നമുക്കത് വരണം ഇത് വേണമെന്ന് പറയുമ്പം ഫിക്സ് ചെയ്തിരിക്കുന്നത് മാറ്റാൻ പറ്റത്തില്ല ആരെ കൊണ്ടും. ഓക്കെ, അതിന് നമ്മൾ തിന്മകൾ ചെയ്യുകയും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഏർപ്പെടുകയും ചെയ്യുന്ന ഇബിലീസ് കാരണമാണ്. ഈ ഇബിലീസിന് എന്താ, ഇബിലീസിന് ആരാ അധികാരം കൊടുത്തത്, പവർ കൊടുത്തത്? പടച്ചോൻ തന്നെ. അപ്പം നിസ്സഹായരും നിരാലംബരുമായ ആൾക്കാർ അനുഭവിക്കുന്ന ദുരിതമെല്ലാം അത് ഫിക്സ്ഡാണ്. അപ്പോൾ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരാണ് ഈ ഇബിലീസിന് പടച്ചോൻ കൊടുത്തിരിക്കുന്ന അധികാരമാണ്. പടച്ചോനെ ധിക്കരിച്ചതുകൊണ്ട്, അത് ധിക്കരിച്ച എന്തിനാ? ഒരു ആദം നബിയെ സൃഷ്ടിച്ചിട്ട് ആദം നബിയെടുത്ത് കുമ്പിടാൻ പറഞ്ഞു. അപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്വർഗത്തിൽ നിന്ന് വെളിയിലാക്കിയപ്പോഴത്തേക്ക് എങ്ങനെയോ അള്ളാഹു അറിയാതെ വീണ്ടും അദ്ദേഹം ഈ ഇബ്ലീസ് സ്വർഗത്തിൽ കടന്ന് പാമ്പിൻ്റെ കോലത്തിൽ വന്നിട്ട് ആദമിനെ ഹവ്വായും വഴി തെറ്റിച്ചു. എന്തോ ഒരു ആപ്പിളോ എന്തോ കാണിച്ചിട്ട് പറഞ്ഞ് ഇന്നമാതിരി ഇത് കഴിക്കുക, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ അള്ളാഹുവിനെ കണക്കാവുന്നെല്ലാം പറഞ്ഞ് പ്രലോഭിച്ച് അവർ ആ പ്രലോഭനത്തിൽ വീണു. അപ്പോൾ എൻ്റെ ചോദ്യം, എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്നും വെളിയിലാക്കിയ ഇബ്ലീസ് എങ്ങനെയാണ് അള്ളാഹു അറിയാതെ വീണ്ടും സ്വർഗത്തിൽ കടന്നത്? അപ്പോൾ അത് ആരെങ്കിലും ദൂരീകരിച്ചെന്നാൽ കൊള്ളാം. എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥന നമ്മൾ നിന്നും കാണുന്ന ഈ ദുരിതവും ദുഃഖവും ദുരന്തവും കൊലയും കൊള്ളയും, സ്വന്തം ആൾക്കാരെ കൊല്ലുന്നു, അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു. പിന്നെ അതുകൂടാതെ ഈ പാലസ്തീനിൽ ലോകം മൊത്തം നടക്കുന്ന ഈ ദുരന്തങ്ങൾ. അപ്പോൾ അതിലെല്ലാം അനുഭവിക്കുന്ന മനുഷ്യരാണ്, നിസ്സഹായരും നിരാലംബരമായ മനുഷ്യരാണ്. അപ്പോൾ അതിനൊരു അറുതി വരുത്തുന്നത് എങ്ങനെയാണ്? അപ്പം ഇത് എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു ആശയമല്ല, എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു സംശയമാണ്. ആർക്കെങ്കിലും ഇത് ദൂരീകരിച്ചെന്നാൽ കൊള്ളായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.